ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മലയിലേക്ക് പോയി. അവിടെ രാത്രി മുഴുവൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരുന്നു. ഇന്നത്തെ ഈ വചനഭാഗം എന്ന് പറയുന്നത് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിരുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെല്ലാം ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങള് ഈശോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോ, കുരിശ് ചുമക്കുന്നതിന് മുൻപ് ഗെത്സമനിയില് രക്തം വിയർക്കുവോളം പ്രാർത്ഥിക്കുന്ന ഈശോ. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലെല്ലാം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഈശോ ഇവയെല്ലാം ചെയ്തത്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഈ ഒരു ബന്ധമാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ടോ? നമ്മുടെയൊക്കെ പൂർവികര് കൃത്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്തിരുന്നു അല്ലെ. എന്ത് കാര്യം തുടങ്ങിയാലും ഏറ്റവും ആദ്യം വന്ന് പള്ളിയിൽ വന്ന് അച്ഛനോട് ചോദിക്കുക, അച്ഛാ അതെ ഞാൻ ഒരു പുതിയ ഭവനം പണിയാനായിട്ട് പോവുകയാണ്, കല്ലൊന്നിടണം, അച്ഛൻ്റെ സമയം എപ്പോഴാണ്? നേരത്തെ വന്ന് അച്ഛനോട് ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് ഒരു സമയമൊക്കെ തീരുമാനിച്ചു പോകാൻ. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റ് പലരോടും ചോദിച്ചിട്ടാണ് അച്ഛൻ വെച്ചാൽ നാളെ രാവിലെ 11 മണിക്ക് വീട്ടിൽ വന്നൊന്ന് കല്ലിടാവും. പ്രാധാന്യം മാറി. ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ ഉപരി മറ്റു പലരോടും ചോദിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ അവിടെയൊക്കെ പരാജയം സംഭവിക്കും. നിന്റെ ജീവിതത്തിലെ പ്രധാന തീരുമാനം നീ എടുക്കേണ്ടത് മറ്റുള്ളവരോട് ആലോചിച്ചിട്ടല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ദൈവത്തോട് ചോദിച്ചു വേണം തീരുമാനമെടുക്കാനായിട്ട്. ഇന്ന് ഈ ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ജീവിക്കുക. അവിടെയൊക്കെ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചേ, നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണോ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നത്? അതോ മറ്റു പലരെയും ആശ്രയിച്ചുകൊണ്ടാണോ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത്? ആണെങ്കിൽ ഒന്നോർക്കുക, ആ തീരുമാനങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയാം. ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനായിട്ട് ദൈവത്തോട് ആലോചിച്ച് അവനോട് ചോദിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.